ഭീം നമബുദ്ധായ ജയ് മൂൽ നിവാസി. ജയ് മൂൽ നിവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശീയ ജനത, അതായത് ഇവിടുത്തെ അടിസ്ഥാന ജനത ജയിക്കട്ടെ എന്നുള്ളതാണ്. അതിൻ്റെ ഹിന്ദി വേർഡാണ്. നമ്മൾ ബാംസഫുകാർ എപ്പോഴും നമ്മളെ പരസ്പരം ഗ്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ജയ് മൂൽ നിവാസി എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ ഈ സംഘാടക സമിതിയുടെ കൺവീനർ ശ്രീ എം ജനാർദ്ദനൻ, അതുപോലെ ചെയർമാൻ ശ്രീ ഗോപി ചിമ്മിനി, അതുപോലെ ACT സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഗംഗാധരൻ പയ്യന്നൂർ, ശ്രീ രവീന്ദ്രൻ TP, ശ്രീ കൺവീനർ ശ്രീ ജനാർദ്ദനൻ M, ശ്രീ നിതീഷ് ട്രഷറർ, അതുപോലെ ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ കുമാരൻ KV, സുരേഷ് പ്ലാത്തറ, ചന്ദ്രകമൽ, ശ്രീ ബിജു C, ശ്രീ ശ്രീധരൻ V, ശ്രീ ഗംഗാധരൻ, ശ്രീ നാരായണൻ M, ഗോപി സുരേന്ദ്രൻ ആണൂർ, വന്നിരിക്കുന്ന എല്ലാ എൻ്റെ രക്തബന്ധുക്കളെ, ആദ്യമായി എന്നെ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി, ഇന്നിങ്ങനെ ഒരു സംഘടനയ്ക്ക് വേണ്ടി ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ച ഈ സംഘാടക സമിതിയുടെ പ്രവർത്തകർക്ക് വലിയ ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഞാൻ പഠിച്ചിരുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസപരമായി, സാമ്പത്തികപരമായി, സാംസ്കാരികപരമായി, രാഷ്ട്രീയപരമായി പിന്നോട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു പഠനമാണ് കോവിഡ് കാലം മുതൽ ഞാനടങ്ങുന്ന ഒരു ടീം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ ആരോടെങ്കിലും പറയണ്ടേ? അപ്പോൾ പലപ്പോഴായി ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എന്നെ ഒന്ന് വിളിക്കൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, സംസാരിക്കാനുണ്ട്, നമുക്ക് ചർച്ചകൾ ചെയ്യാം, ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഘടനയുടെ കൺവെൻഷന് വേണ്ടിയിട്ട്, അതിൻ്റെ രൂപീകരണത്തിനുമായി ബന്ധപ്പെട്ട ഈ പരിപാടിക്ക് എന്നെ ഈ സംഘാടക സമിതി വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷപൂർവ്വം അത് ഏറ്റെടുക്കുകയും ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ രാവിലെ എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഒന്നോ രണ്ടോ തവണ വിളിച്ച് എന്നെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചിരുന്നു. അതായത് ഞാൻ എഴുതുന്ന എഴുത്തുകൾ, ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം തന്നെ നമ്മുടെ സമുദായാംഗങ്ങൾ വായിക്കുന്നുണ്ട്. അങ്ങനെ വായിക്കുമ്പോൾ അവരുടെ മനസ്സിനകത്ത് അവർ ഓൾറെഡി ഉണ്ടാക്കി വച്ചിട്ടുള്ള പല പ്രതിമകളെയും ഉടച്ചു കളയുന്ന രീതിയിലാണ് പലപ്പോഴും എഴുത്തുകളായി വരാറുള്ളത്. അത് സൂചിപ്പിച്ചിരുന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ കോവിഡ് കാലം മുതൽ ഈ സമയം വരെ നമ്മൾ ഈ പഠനം നടത്തുകയാണ്. ഇപ്പോഴും നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള പൊതുബോധത്തിന് നേർ വിപരീതമായിട്ടാണ് കിടക്കുന്നത്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഒരു വിഷാദയോഗം എന്ന് പറയും. നമ്മൾ ഒരു കാര്യം പറയാൻ നിൽക്കുമ്പോൾ എങ്ങനെ പറയും എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ. അതിനെ നമ്മൾ ബുദ്ധൻ ഈ നിർവ്വാണം പ്രാപിച്ചപ്പോൾ, അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ, മനസ്സിലായപ്പോൾ, പ്രകൃതി നിയമങ്ങളെ മനസ്സിലാക്കിയപ്പോൾ ആളുകളോട് ഇതെങ്ങനെ പറയും? കാരണം പൊതുബോധത്തിന് നേരെ വിപരീതമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അതിന് കാരണമുണ്ട്. കാരണം എന്തെന്നാൽ നമ്മൾ ഇവിടെ നിലനിൽക്കുന്ന സാംസ്കാരികപരമായിട്ടുള്ള എഴുത്തുകൾ, പത്രങ്ങൾ, TV ചാനലുകളുടെ സീരിയലുകൾ, വാർത്തകൾ എല്ലാം പടച്ചു വിടുന്നത്, എഴുതി വിടുന്നത് നമ്മളെ ആരാണോ ഈ ഗതിയിലാക്കിയത് അവർ തന്നെയാണെന്നുള്ളതാണ്.
അതാണ് നമ്മൾ രാവിലെ 8 രൂപ കൊടുത്ത് നമ്മൾ പത്രം വായിക്കുന്നത് അവരെഴുതിയ സാധനങ്ങളാണ്. അപ്പോൾ അവർക്കെങ്ങനെയാണോ അവരുടെ സിസ്റ്റം നിലനിർത്താൻ അനുകൂലമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നത്, അതാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും നമ്മളിവിടെ നിൽക്കുന്നത്. അതിൻ്റെ ഒരു പ്രൊഡക്റ്റായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ കാലത്തിലോട്ട് തിരിച്ചു പോകുമ്പോൾ, പിറകോട്ട് പോകുമ്പോൾ, നമുക്ക് എന്തായാലും മനുഷ്യരെന്ന് പറയുന്നത് നമ്മൾ തിരിച്ചിങ്ങനെ പിന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ഒരു ആൻസിസ്റ്റർ എന്ന് പറയുന്നത് പൂർവികരുണ്ടാവുമല്ലോ, പെട്ടെന്ന് മുളക്കുന്നതായിരിക്കുമല്ലോ. മനുഷ്യൻ എപ്പോഴും ഉണ്ടായി അന്ന് മുതൽ നമ്മൾക്ക് ഈ പൂർവികത പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകും. അങ്ങനെ പൂർവികത നമ്മൾ തേടിപ്പോകുമ്പോൾ ആദ്യം കാട്ടുമനുഷ്യരായിരുന്ന മനുഷ്യർ ആദ്യത്തെ അവൻ്റെ ആവശ്യമെന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ്. അങ്ങനെ കാട്ടിലൂടെ ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞു തിരിയുന്ന മനുഷ്യന്മാരായിരുന്നു നമ്മുടെ പൂർവികരെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അപ്പോൾ സൗത്ത് ആഫ്രിക്കയിലാണ് ആദ്യത്തെ മനുഷ്യ ജീവി ഉണ്ടായെന്നാണ് പറയുന്നത്. അങ്ങനെ ലോകത്തിലെല്ലായിടത്തും ഭക്ഷണം തേടി അലഞ്ഞത് ഇന്ത്യയിലേക്കും പല കൂട്ടർ വരുന്നുണ്ട്. അങ്ങനെ 4 കുടിയേറ്റങ്ങളാണ് ഇന്ത്യയിലേക്ക് വരുന്ന ആളുകളായിട്ട് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഒരു സംസ്കാരം ഉണ്ടായി വരണം. സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത രീതി, നമ്മുടെ ശീലം എന്ന് പറയും. അത് ഉണ്ടായി വരണമെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് കുറേ കാലങ്ങളായിട്ട് ജീവിക്കണം. അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയ കാലം എന്താണെന്ന് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃഷി ആരംഭിച്ചതിന് ശേഷം മാത്രമേ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം കൃഷി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുഡ് അവിടെ സുലഭമാണ്, പിന്നെ അലഞ്ഞു തിരിയേണ്ട കാര്യമില്ല. അപ്പോൾ ആ കൃഷി കണ്ടുപിടിച്ച സമയം എന്ന് പറയുന്നത് 10,000 കൊല്ലം BC. അതായത് ഇവിടുന്ന് നമ്മൾ 2025 ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പൂജ്യത്തിലോട്ട് എത്തും. ആ പൂജ്യത്തിൽ നിന്ന് നമ്മൾ വീണ്ടും തിരിച്ച് ഒരു 10,000 കൊല്ലം പോയി കഴിഞ്ഞാൽ അവിടെ നിന്നാണ് കൃഷി ആരംഭിക്കുന്നത്. ആ 10,000 കൊല്ലത്തിൻ്റെ ചരിത്രവും ഈ 2025 എന്ന് പറയുന്ന ഈ കൊല്ലത്തെ ചരിത്രം നമ്മൾക്കറിയില്ല. അത് ആരും എഴുതി വച്ചിട്ടില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ നമ്മുടെ പൂർവികത എവിടെയുണ്ടെന്നുള്ളത് നമ്മൾ ചെറിയ കുട്ടികളുടെ പാഠത്തിൽ ഒരു ആമയുടെയോ എന്തെങ്കിലും ചിത്രങ്ങൾ ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കേണ്ട ഒരു കളിയുണ്ട്. അങ്ങനെ യോജിപ്പിച്ചെടുക്കേണ്ട ഒരു ചരിത്രമാണ് നമ്മൾക്കുള്ളത്. അതേസമയം തന്നെ എൻ്റെ കണക്ക് പ്രകാരം ഏകദേശം 2000 കൊല്ലത്തോളം നമുക്ക് വിദ്യ അഭ്യസിക്കാനുള്ള അവകാശം നിഷേധിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ എഴുതും? നമ്മളെ ചരിത്രം എങ്ങനെ എഴുതും? പക്ഷേ എൻ്റെ ഈ 4-5 കൊല്ലത്തെ പഠനത്തിന് ശേഷം ആ ചരിത്രങ്ങൾ, ആ കുത്തുകൾ യോജിപ്പിച്ച് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതില്ലാത്തതും നമ്മുടെ ഒരു പ്രശ്നമാണെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന പൊതുബോധത്തിന് എതിരായി ഈ ചരിത്രങ്ങൾ പുറത്തു വരുന്നത് എന്നുള്ളതിന് മറ്റൊരു കാരണം കൂടിയാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അപ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഒരു 10, 20, 25 മിനിറ്റ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയാം. അപ്പോൾ പണ്ട് സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൻ്റെ അടുത്ത് പോയിട്ട് ഒരു വയസ്സായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ അവിടെ പോയിട്ടാകുമ്പോൾ ഒരു പണി ഏൽപ്പിച്ചു. അവിടെയുള്ള കല്ലുകളൊക്കെ കൊണ്ടുവന്നൊരു ഡ്രമ്മാണ്. ഡ്രമ്മിൻ്റെ അകത്ത് കയറ്റി വെക്കുക, കുറച്ച് ചരലും അതുപോലെ കുറച്ച് ചെളിയും അതിൻ്റെ അകത്ത് ഇടുക, എന്നിട്ട് അത് തിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും പിറ്റേ ദിവസം രാവിലെ ആ ചളിയും കല്ലും ഒക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ കറക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചപ്പോൾ തിരിച്ച് പിറ്റേ ദിവസം വന്നപ്പോൾ കല്ലുകൾ വളരെ മിനുസമുള്ളതായിട്ട് തീർന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ തമ്മിൽ ഒരു വലിയ ഒരു ഉരസൽ ആവശ്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഈ കല്ലുകൾ മിനുസമുള്ളതായ പോലെ നമ്മുടെ മനസ്സ് വളരെ മിനുസമുള്ളതായിട്ടുള്ള ആയി മാറുള്ളൂ. അല്ലാതെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അതേപോലെ ആര് പറഞ്ഞാലും, നമ്മളെ പത്രങ്ങൾ പറഞ്ഞാലും സ്കൂളിൽ പഠിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു പ്രാസംഗികൻ ഏതൊരു വലിയ മഹത്തായ വ്യക്തി പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. വിമർശനാത്മകമായി നമ്മളതിനെ മനസ്സിലിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു
ഒരു ഒരു പ്രോസസ്സ് ഇവിടെ നടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു വയസ്സുള്ള ഒരാളുണ്ടെന്ന് നോക്കുക, ഒരു രോഗിയായിട്ട് ഒരാളുണ്ടെന്ന് നോക്കുക. അപ്പോൾ അദ്ദേഹത്തിന് ഒരു രോഗാവസ്ഥയുണ്ട്. ആ രോഗാവസ്ഥ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് രോഗാവസ്ഥ കണ്ടുപിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ചികിത്സ ഭേദമാക്കണമെങ്കിൽ അതിന് കാരണം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രോഗം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പിന്നോക്കാവസ്ഥയാണ്. അപ്പോൾ ആ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം എന്താണെന്ന് നമ്മൾ തേടി അന്വേഷിച്ച് പോയാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ നമ്മുടെ രോഗിയായിട്ടുള്ള അവരുടെ രോഗം മാറണമെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം കണ്ടെത്തിയാൽ മാത്രമേ കൃത്യമായിട്ടുള്ള മരുന്ന് നമ്മൾക്ക് നിർദ്ദേശിച്ചിട്ട് രോഗം മാറ്റാൻ പറ്റൂ എന്നുള്ളതുപോലെ നമ്മളുടെ ഈ പ്രശ്നങ്ങൾക്ക്, അതിപ്പോൾ നേരത്തെ പറഞ്ഞു, ഈ സംഘടന തുടങ്ങാനുണ്ടായ ഒരു കാര്യം പറഞ്ഞു, അത് ഒരു നല്ല കാര്യമാണ്. അത് ഞാൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നിർഭാഗ്യപരമായിട്ടൊരു കാര്യമാണ്. ഒരു മുസ്ലിം വ്യക്തി പട്ടികജാതിക്കാരെ കുറിച്ചിട്ട് അങ്ങനെ എഴുതുക എന്ന് പറയുന്നത്. അതിന് പിന്നിൽ പല ഗൂഢലക്ഷ്യങ്ങളുണ്ടാകും. നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല, അതിനകത്ത് പല ശക്തികളുണ്ടാകും. അപ്പോൾ അത് ട്രിഗറിങ് ആണ്, നമ്മളെ ട്രിഗർ ചെയ്ത് നമ്മളെ ആത്മാഭിമാനം വ്രണപ്പെടുത്തി, ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റത് കൊണ്ടാണ് നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ബോധപൂർവം ചെയ്തതായിരിക്കാം ചിലപ്പോൾ, വേണമെങ്കിൽ നമുക്കത് പറയാൻ പറ്റത്തില്ല. അതും ഒരു മുസ്ലിം വ്യക്തിയെ കൊണ്ട് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ്. അത് ഞാൻ പറയാം, എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ആ കാരണങ്ങൾ നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ പോകുമ്പോൾ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സമ്പത്തുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. വളരെ രസകരമാണ്. അതായത് വളരെ എനിക്ക് സന്തോഷം തോന്നി. അതായത് ആത്മാഭിമാനം എന്ന് പറയുന്ന സാധനം, അതിന് ക്ഷതമേൽക്കുക, അതിനുകൊണ്ട് നമ്മളൊരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുക എന്ന് പറയുന്നത്, ഈ ആത്മാഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ കീശയിൽ കാശില്ലാണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കീശയിൽ കാശില്ല, നമുക്ക് ആത്മാഭിമാനം ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ അളക്കും? എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അളക്കാൻ കഴിയാത്തൊരു സാധനമാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു എഴുതി ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റു എന്ന് പറയുന്നത് ഞാനത് പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ആത്മാഭിമാനം ഉള്ളവർക്ക് മാത്രമേ ആത്മാഭിമാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. അപ്പം അതുകൊണ്ട് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് പോയി നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഒരു സമ്പത്തിൻ്റെ രീതിയിൽ ഞാൻ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന് സാമ്പത്തികപരമായിട്ട് പിന്നോക്കാവസ്ഥ, അത് കഴിഞ്ഞ് വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ, അത് കഴിഞ്ഞ് രാഷ്ട്രീയപരമായിട്ട്, സാമൂഹികപരമായിട്ട്, അതുപോലെ സാംസ്കാരികം എന്ന് പറയുന്നത് വിദ്യാഭ്യാസവും ആത്മീയതയും അതൊക്കെ കൂടിയിട്ടാണ്. നമ്മുടെ ശീലങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ രാവിലെ മുതൽ എണീറ്റ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ നമ്മുടെ സംസ്കാരമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ചെക്കലിയ സമുദായ അംഗങ്ങളെല്ലാം കൂടി നമ്മളൊരു വലിയ റൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ സമ്പത്തിനെ കുറിച്ച് സമ്പത്ത് നമ്മളുടെ അടുത്തേക്ക് വരും. ഏതൊക്കെ രീതിയിൽ വരും? നമ്മളെല്ലാവരും നമുക്കറിയാം, ചെറിയ മീനിയൽ ജോബ്സ്, അതായത് സ്ത്രീകളാണെങ്കിൽ ചിലപ്പോൾ വീട്ടുപണിക്കായിരിക്കും പോകുന്നുണ്ടാവുക, ആണുങ്ങളാണെങ്കിൽ കല്ലുപണിക്ക് പോകും, ചെരുപ്പിൻ്റെ ജോലിക്ക് പോകും. അങ്ങനെ ചെറിയ ജോലികൾക്കാണ് കൂടുതൽ പേരും പോകുന്നത്. അപ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ടൊരു വരുമാനം ഉണ്ടാവും. അതേപോലെ കുറച്ചുകൂടി ഉയർച്ചയുള്ള ആൾക്കാരും ഉണ്ടാവും. അതിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ ബിസിനസ്സിലൊന്നും എത്തിയിട്ടുള്ളതായിട്ട് എനിക്കത്ര അറിയില്ല, പക്ഷെ സർക്കാർ ഉദ്യോഗസ്ഥരകത്തുണ്ടാവും. അപ്പോൾ സമ്പത്ത് ഇങ്ങോട്ട് വരുന്നു. അതേപോലെ ഇന്നത്തെ വിലയൊക്കെ നമുക്കറിയാമല്ലോ, ചിലവൊക്കെ നമുക്കറിയാം. സ്വാഭാവികമായിട്ടും നമ്മൾ വാങ്ങാൻ വേണ്ടി, ഉപഭോഗ സംസ്കാരം, നമ്മൾ വാങ്ങാൻ വേണ്ടി കാശ് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ സാധനത്തിനും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു. നമ്മൾ അമ്പലങ്ങൾക്കുണ്ട്, ആ അമ്പലത്തിൽ നമ്മൾ കാശ് അങ്ങോട്ട് ചിലവഴിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വന്നിട്ട് പൂജ ചെയ്ത് അവർ കാശ് അങ്ങോട്ട് കൊണ്ടുപോയി ചെയ്യുന്നത്. അതുപോലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ അവരുടെ വീട്, കുടുംബം, കാറ് എന്നൊക്കെ രീതിയിൽ അവരുടെ കുടുംബം, അതായത് ആ സമൂഹത്തിനകത്ത് എന്തെങ്കിലും ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന രീതിയിൽ സമ്പത്ത് അതിനകത്ത് സ്വരൂപിച്ചു കൂട്ടാൻ നമുക്ക് സാധിക്കുന്നില്ല. അത്രയും സമ്പത്ത് ഇങ്ങോട്ട് വരുന്നില്ല. ഇപ്പോൾ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാൻ പോകണമെങ്കിൽ പോലും നമ്മുടെ കടയിലല്ല നമ്മൾ പോകുന്നത്. ആ സമ്പത്ത് നമ്മളിലേക്ക് തിരിച്ചു വരുന്നില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
എല്ലാ സാധനങ്ങളും ഇപ്പം വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് 2 പെഗടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയോ കാശ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ചുമ്മാ കൊടുക്കണം. അതുപോലെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും ടാക്സ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. പുറത്തുള്ള ആളുകളാണ് ബാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇസാഫ് ലോൺ വാങ്ങിക്കുമ്പോഴും എല്ലാം ഈ കാശ് പുറത്തേക്കുള്ള ഫ്ലോ അല്ലാതെ അകത്തോട്ട് വന്നിട്ട് നമ്മൾക്ക് ഇവിടെ സ്വരൂപിച്ച് കൂട്ടാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അപ്ലിഫ്റ്റ്മെന്റ് വരാത്തതിന് കാരണം. അപ്പോൾ നമ്മുടെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മറ്റുള്ള സമുദായങ്ങളെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ബിസിനസ്സുകാരാണ്. അപ്പോൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് മൂലധനമില്ല. മൂലധനത്തിന് നമ്മൾക്ക് പോകേണ്ടത് എവിടെയാ? ബാങ്കിലേക്ക് പോകണം. ബാങ്കിലിരിക്കുന്നത് ആരാ? നമ്മുടെ ആൾക്കാരുണ്ടാകും. ക്ലറിക്കൽ സ്റ്റാഫായിട്ട് 10,000 20,000 രൂപ കൊടുക്കുന്ന ആൾക്കാരാണ്. മാനേജർ ആരാ? പുറത്തുള്ള ആളുകളാണ്. പുറത്തുള്ള സവർണർ എന്ന് പറയുന്ന ആളുകളാണ്. അപ്പോൾ അവിടെയും ഈവൻ നമ്മുടെ പട്ടികജാതി വികസന കോർപ്പറേഷനിൽ പോയി കഴിഞ്ഞാലും അവരെ ആരാണ് ഇരിക്കുന്നത്? അവിടെയൊക്കെ നമ്മൾക്ക് ലോണ് അറിയാം, നമുക്കൊക്കെ അറിയാമായിരിക്കും. നമ്മളൊരു ലോണിൽ പോയി ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയുന്നുണ്ടാകാം. എളുപ്പമല്ല കിട്ടാൻ. അപ്പം എങ്ങനെയാണ് സമ്പത്ത് വർദ്ധിപ്പിക്കുക? അവിടെയും നമുക്കൊരു വഴി അത്ര എളുപ്പത്തിലില്ല. സർക്കാർ ഉദ്യോഗസ്ഥർക്കും എന്തുണ്ട്? പരിമിതികളുണ്ട്. ഇപ്പോൾ ബാംസഫ് എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ, അതായത് എംപ്ലോയീസിൻ്റെ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അത് കേരളത്തിലല്ല, ഒട്ടുക്കും ഇന്ത്യ ഒട്ടുക്കും ഉള്ളൊരു സംഘടനയാണ്. അവർക്ക് പോലും എന്ത് സംഭവിക്കുന്നില്ല? നമ്മൾക്ക് എതിർദിശയിൽ നിൽക്കുന്ന, നമ്മൾക്ക് ശത്രു ഭാഗത്ത് നിൽക്കുന്ന ആളുകളെക്കാളും കൂടുതൽ ശക്തി പ്രാപിക്കാൻ പറ്റില്ല. സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ എടുത്താൽ മതി. മറ്റേത് ഇതിലും പറ്റുന്നില്ല. പക്ഷെ സമ്പത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ആകെയുള്ളത് നമ്മൾ ഉണ്ടാക്കിയ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. അതാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ആ ഗവൺമെൻറ്റിലേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സാധനം വാങ്ങിക്കുമ്പോഴും കാശ് നമ്മൾ അടക്കുന്നത് ഗവൺമെൻറ്റിലേക്കാണ്. ഗവൺമെൻറ് എന്താണ്? നമ്മുടെ ജോലിക്കാരാണ്. ഈ ഓരോ മന്ത്രിമാരും നമ്മൾ ഈ കാശ് നമ്മുടെ ഈ ടാക്സിൻ്റെ പരുവത്തിൽ നമ്മൾ കൊടുത്തിട്ട് നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ക്ഷേമവും നമ്മുടെ ഗതാഗതവും നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യവും ചെയ്ത് നമ്മൾക്ക് തരാൻ വേണ്ടിയിട്ട് നമ്മൾ വച്ചിരിക്കുന്ന ജോലിക്കാരാണ് ആര്? ഈ സർക്കാർ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും MLA-മാരും എല്ലാം നമ്മളാണ് ആ കാശ് കൊടുക്കുന്നത്. അതേപോലെ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അനിൽ അംബാനി ലോകത്തിൽ തന്നെ, അല്ലെങ്കിൽ അദാനി 3ഓ 4ഓ സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ്. ആൾ 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സ് വില ഒന്ന് തന്നെയാണ്. നമ്മൾ കൊടുക്കുന്നത് അതേ വിലയാണ്. നമ്മൾ ആലോചിക്കണം. ഏറ്റവും പാവപ്പെട്ട ഒരാൾ 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ കൊടുക്കുന്ന കാശ് സെയിമാണ്. അങ്ങനെ സെയിം കാശ് നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ വിവേചനം കൊടുക്കാൻ പാടില്ല, വിവേചനം പാടില്ല. കാശ് തിരിച്ച് നമുക്ക് കിട്ടുമ്പോൾ വിവേചനം പാടില്ല. അത് നമുക്ക് കിട്ടണം എന്നുള്ളതാണ് ടാക്സ് കൊടുക്കുമ്പോൾ. അങ്ങനെ ആ ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾ കാശ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഒരു പ്രതിനിധി ആ ഗവൺമെൻറ്റിനകത്ത് വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഈ സർക്കാർ കോർപ്പറേഷനിലാണെങ്കിലും പട്ടികജാതി വികസന അവിടെയാണെങ്കിലും ഓഫീസിലാണെങ്കിലും പാർലമെൻറ്റിലാണെങ്കിലും എല്ലായിടത്തും ജുഡീഷ്യറിയിലാണെങ്കിലും പത്രമാധ്യമത്തിലാണെങ്കിലും, അതായത് ഭരണം നിർവഹിക്കുന്നത് 4 കാര്യങ്ങൾ. നാളെ പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി എന്ന് പറയും, സ്തംഭങ്ങൾ. പത്രങ്ങളിൽ നമ്മൾ ആൾ വേണം. ജുഡീഷ്യറിയിൽ ആളുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നീതി കിട്ടത്തുള്ളൂ. നിയമനിർമ്മാണ സഭകളിൽ പാർലമെന്റിലും അതുപോലെ അസംബ്ലിയിലും നമ്മുടെ ആളുകൾ വേണം. ഈ 4 കാര്യങ്ങളിൽ നമുക്ക് ആളുകൾ വേണം. പത്രം, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്സ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, അതുപോലെ നിയമനിർമ്മാണ സഭ. എങ്കിൽ മാത്രമേ നമുക്ക് അനുകൂലമായിട്ട് ഈ ഫണ്ട് കൃത്യമായിട്ട് വിതരണം ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുടുംബം നമ്മൾ എടുക്കാം. ഒരു കുടുംബത്തിൽ ഒരു 10 പേരുണ്ട്. 10 പേര് നമ്മൾ ഓരോ ആൾക്കാരും ഒരു ടാക്സ് ആയിട്ട് നമ്മൾ ആൾക്കാർക്ക് വീതിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതെങ്ങനെ വിനിയോഗിക്കണമെന്ന് നമ്മൾ ആ 10 പേരും കൂടി ഇരുന്ന് ആലോചിച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിലുള്ളത് പോലെ ഒരു 60 പേരുള്ള ഒരു ക്ലാസ്സിൽ ഒരു ലീഡറിനെ നിങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ആ ലീഡർ എല്ലാവരും സമാന്മാരായി കാണും. ചിലപ്പം ഏറ്റവും ദുർബലമായിട്ടുള്ള ആളുകളെ കുറച്ചുകൂടി പരിഗണന നൽകിക്കൊണ്ട് വേണം അയാൾ കാണാൻ. അങ്ങനെ കാണണമെങ്കിൽ നമ്മളുടെ ജാതിയിൽ നിന്നുള്ളതല്ല, ജാതിയിലുണ്ടെങ്കിലും പോലും ഇപ്പോൾ സംവരണ സീറ്റിൽ നമ്മളുടെ കുറേ ആൾക്കാരുണ്ട്. നമ്മളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ടോ? ഒന്നും നോക്കുന്നില്ല. അതായത് നമ്മുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ന്യായം കിട്ടുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ
നമ്മൾക്കങ്ങനെ, അതായത് നമ്മൾക്ക് ഇപ്പോൾ അറിയാവുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മൾ പോയി വോട്ടിടുന്നു, കഴിഞ്ഞു. ഇപ്പോൾ വോട്ടിനും പ്രസക്തിയില്ല. വോട്ട് ചോരി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ വോട്ടൊന്നും അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ഷേമമൊന്നും അന്വേഷിക്കാനോ ജനഹിതം നോക്കി ഭരിക്കാനൊന്നും ഇവിടെ ആളേ ഇല്ല ഇപ്പോൾ. അത് നമുക്ക് വേറൊരു ചാപ്റ്ററായിട്ട് അവിടെ വെക്കാം, അത് നമുക്ക് സംസാരിക്കേണ്ട. അപ്പോൾ സ്വാഭാവികപരമായിട്ട് അതല്ലെങ്കിൽ നമ്മളിടുന്ന കൊടുക്കുന്ന വോട്ട് മാത്രമാണ് ജനാധിപത്യ സമ്പ്രദായത്തിൽ നമ്മളുടെ ഒരു പങ്കെന്ന് പറയുന്നത്. പക്ഷെ അതല്ലല്ലോ വേണ്ടത്. നമ്മൾക്ക് വേണ്ടത് ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഗംഗാധരൻ സാറിനെ നമ്മൾ ഒരു മന്ത്രിയാക്കണം, ഇല്ലെങ്കിൽ ഒരു വാർഡിലൊരു മെമ്പറാക്കണം. നമ്മൾ ഇല്ലെങ്കിൽ വേറൊരാൾ കൂടി എടുക്കാം. അപ്പോൾ ഗോപി ചേട്ടനെ നമുക്ക് എടുക്കാം, ഗംഗാധരൻ ചേട്ടൻ എടുക്കാം, അപ്പോൾ 2 പേര് എടുക്കാം. അപ്പോൾ ഒരു 4 പേരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. നമ്മൾ പറയുന്നു 4 പേർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കണം, ഞങ്ങൾക്ക് ഒരാളെ കിട്ടണം ജനപ്രതിനിധിയായിട്ട്, ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യാനായിട്ട് ഒരാളെ വെക്കണം എന്ന് നമ്മൾ പറയണം. അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയാൻ കെൽപ്പുള്ളവരാണോ നമ്മൾ? അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ആണോ നമ്മൾ? അഥവാ നമ്മളെല്ലാവരും ഈ ഒരു 4000, 3000, 5000 പേരുള്ള നമ്മൾ ഒരു സ്ഥലത്ത് താമസിച്ചു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അവർ വാർഡുകളായിട്ട് നമ്മളെ തിരിക്കും. നമ്മൾക്ക് ഒരു സ്ഥലത്ത് ഒരു മെമ്പറിനെ വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആളുകളെ സമ്മതിക്കത്തില്ല. അങ്ങനെ വിഭജിച്ച്, അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ വിഭജിച്ചപ്പോൾ നമ്മൾ വോട്ട് ബാങ്ക് അല്ല, നമ്മളിപ്പോൾ ഒരു 140 കോടി ഇപ്പോൾ ഫെഡറലിസം ഒന്നുമില്ല ഇപ്പം. അതായത് സംസ്ഥാനത്തിന് വലിയ പങ്കൊന്നുമില്ല. അറിയാലോ, കേരളത്തിൽ എപ്പോഴും പറയാറുണ്ട് ഫണ്ട് കിട്ടുന്നില്ല, GSTക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു, ഫണ്ട് കിട്ടുന്നില്ല. അപ്പോൾ ആ ഫെഡറൽ സിസ്റ്റം പോയി. അപ്പോൾ ഈ 140 കോടി ജനങ്ങളുടെ ഇടയിൽ നമ്മളൊരു 3000, 4000 പേരെ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്നുമല്ല, നമ്മൾ വോട്ട് ബാങ്കല്ല, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് റഹ്മാന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഇതുവരെ ഉണ്ടാക്കാൻ പറ്റാത്തതല്ല, അദ്ദേഹം അത് എഴുതുമ്പോൾ നമ്മളെ കുറിച്ചിട്ട് എന്ത് കരുതിയിട്ട് എങ്ങനെയാ ധൈര്യം വന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. എന്തുകൊണ്ട് ധൈര്യം വന്നു? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മൾ വളരെയധികം നമ്മൾ ചിന്തിക്കണം. ഞങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? നമുക്ക് എഴുതാൻ പറ്റും. ഒരു മുസ്ലിം സമുദായത്തെ കുറിച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ മുസ്ലിം സമുദായം പോട്ടെ, നമ്മുടെ തന്നെ ഹിന്ദുക്കളെ കുറിച്ച് നമുക്കങ്ങനെ ഒരു എഴുതാൻ ധൈര്യപ്പെടില്ല. കാരണം അവർ സംഘടിതരാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ വോട്ട് ബാങ്ക് ഈ 3000, 4000 പേര് ജാതിയായിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തെ, ഇതാണ് ജനാധിപത്യം. അതായത് നമ്മൾ വോട്ട് ചെയ്യുകയല്ല, നമ്മൾ നിശ്ചയിക്കുന്ന ആളുകളെ നിർത്തി വോട്ട് ജയിപ്പിച്ച് വിടുക എന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പം അത് കിട്ടണമെങ്കിൽ നമ്മൾക്ക് ഈ 3000, 4000, 5000 പേര് ഒന്നിച്ച് നിന്നാൽ പോരാ. ശരിയല്ലേ? അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ ജാതി സംഘടനയ്ക്ക് ഇവിടെ എന്താ, എന്ത് ചെയ്യാൻ പറ്റും? ഈ 3000, 4000 പേരിപ്പം ഇല്ല, നമ്മൾ ഒന്നിച്ച് ചേരുന്നില്ല. അഥവാ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ജനാധിപത്യ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പത്തികപരമായിട്ടുള്ള മുന്നേറ്റത്തിന് ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്ന് പണമെടുത്ത് കൃത്യമായിട്ട് ചെലവഴിക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരുപാട് ഫണ്ട് തട്ടിപ്പുകൾ, വകമാറ്റി ചെലവഴിക്കൽ, ഫണ്ട് വെട്ടിച്ചുരുക്കൽ, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നടക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അനുഭവിക്കുന്ന അതേപോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുമായിട്ട് നമ്മൾ കൂടിച്ചേരണം, ശക്തി ഉണ്ടാക്കണം. നമ്മളുടെ കയ്യിൽ വേറെ ഒന്നുമില്ല, ആകെ തലയുടെ എണ്ണങ്ങൾ മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ. ആ എണ്ണം, ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ എണ്ണത്തിനാണ് പ്രാധാന്യം. അപ്പോൾ ജാതി സംഘടന വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഉത്തരം? അങ്ങനെയാണെങ്കിൽ ജാതി സംഘടനയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സന്തോഷം, ചെയ്യാൻ പറ്റുമോ? ജാതി സംഘടന വേണോ? വേണം. കാരണം ജാതിയുടെ പേര് പറഞ്ഞ് ജാതി സംഘടന
വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഇപ്പോൾ കാണുന്ന ഈ ഹാളിലുള്ള ആളുകൾ വരുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മുടെ മനസ്സ് കണ്ടീഷൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ജാതി സംഘടനകൾ ഉണ്ടാക്കുകയും ജാതി നിർമൂലനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ജനാധിപത്യം നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം നമുക്ക് ജനാധിപത്യമില്ല. അത് വോട്ട് ബാങ്ക് വോട്ട് ചോരി കൊണ്ടല്ല, അല്ലെങ്കിലും ഇല്ല. കാരണം ഇപ്പോൾ നമ്മൾക്ക് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട് നമ്മുടെ ഇടയിൽ തന്നെ. ഇപ്പോൾ PKSകാരുണ്ട്, ദലിത് മോർച്ചക്കാരുണ്ടാവും, BJPക്കാരുണ്ടാവും. എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? നമ്മൾ എന്തുകൊണ്ട് അവർ ഈ ഭരണഘടനയിലുള്ള സംവരണ സീറ്റിൽ മാത്രം മത്സരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അതാരാണ് മത്സരിപ്പിക്കുന്നത്? ആരാണ് തീരുമാനിക്കുന്നത്? നമ്മളാണോ തീരുമാനിക്കുന്നത്? നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? നിങ്ങളുടെ സംഘടിത ശക്തിയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? എൻ്റെ ഇന്ന ആളെ ഇന്ന വാർഡിൽ അല്ലെങ്കിൽ ഇന്ന മണ്ഡലത്തിൽ നിങ്ങൾ നിർത്തണം. നമുക്ക് വേണ്ട റിസർവേഷൻ, നമുക്ക് വേണ്ട, അതവിടെ കിടന്നോട്ടെ. ഞങ്ങൾ പറയുന്ന ആളെ കൊണ്ട് നിങ്ങൾ നിർത്തി ജയിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള പട്ടികജാതിക്കാരുമായിട്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ വാർഡിൽ ഇരിക്കുന്ന ആളുകൾ അവിടെ ചുറ്റും വേറെ ആരും നമ്മുടെ കൂടെ കൂട്ടത്തില്ല. കാരണം ഇവിടെ നിലനിൽക്കുന്നത് ചാതുർവർണ്ണയമാണ്. മേലെ നിന്ന് താഴോട്ട് ഉള്ള ഒരു ശ്രേണീകൃതമായിട്ടുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളുടെ ഇടയിൽ ഉണ്ടത്. അപ്പോൾ ജാതി നിർമൂലനമായിരിക്കണം നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അപ്പോൾ ജാതി എവിടെയാണ് കിടക്കുന്നത്? ഞാൻ പറയുന്നത് ഓക്കെ ആണോ? ശരിയാണോ? ലോജിക്ക് മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. നിങ്ങൾ PhD അല്ല, നിങ്ങൾ ഏത് ഡിഗ്രി എടുത്തു കഴിഞ്ഞാലും ഇതാണ് ജനാധിപത്യം എന്ന് നിങ്ങൾ ഏത് പത്രത്തിൽ വായിച്ചു കഴിഞ്ഞാലും ഈ ഐഡിയ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഞങ്ങൾക്ക് ഇത്രയും ഈ 78 കൊല്ലമായിട്ട് ഞങ്ങൾക്കിവിടെ ജനാധിപത്യമില്ല. ഞങ്ങൾക്കെന്ന് പറയുന്നത് ഈ ചക്ലിയർക്ക് മാത്രമല്ല, ഇന്ത്യയിലുള്ള SC ST OBCകൾക്ക് പോലും ഈ ജനാധിപത്യം എന്ന് പറയുന്ന സംഭവമില്ല. അപ്പോൾ എന്താണ് അവിടെ പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അത് ഈ വിഭജനമാണ്. ജാതിപരമായിട്ട് ഞങ്ങൾ വിഭജിച്ചു. ആരാണ് എന്തിനാണ് വിഭജിച്ചതെന്ന് നിങ്ങൾ പഠിക്കണം. ഞങ്ങളുടെ പൂർവികത ഇതാണെങ്കിൽ, പൂർവികരുടെ മതമാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുന്നു നോക്കുക, ചീത്ത സാധനം ഉണ്ടാക്കി ഉണ്ടാക്കത്തില്ലല്ലോ. നിങ്ങളുടെ ആ ജാതി ശ്രേണിയിൽ ഏറ്റവും താഴെ നിങ്ങളെ കൊണ്ടുവെക്കത്തില്ലല്ലോ. അത് 2 കള്ളങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, വാൽമീകിയാണ് ഈ ഗ്രന്ഥങ്ങൾ രചിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വ്യാസൻ, അവരൊക്കെ മുക്കുവനും അതുപോലെ ദരിദ്രനും ആയിരുന്നൊക്കെ ഉള്ള കള്ളങ്ങൾ പടച്ചു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ അശോക് ലൈലൻഡ് എന്ന് പറഞ്ഞൊരു കമ്പനി, അശോക് എന്നുള്ളൊരു പേര് വെച്ചിട്ടാണത് ഇപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അത് ഇന്ത്യൻ കമ്പനിയല്ല. എത്ര പേർക്കറിയാം? ഇന്ത്യയുടെ കമ്പനി അല്ല അത്. സോപ്പിൻ്റെ കമ്പനിയുണ്ട്, യൂണിലിവർ. അത് ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയിൽ ഇറക്കുന്നത്. അതുപോലെ മറ്റു കുറേ കമ്പനികളുണ്ട്. ആ പേരിൽ ഹിന്ദുസ്ഥാൻ ഇല്ലെങ്കിൽ അശോക ഞങ്ങളുടെ ചക്രവർത്തിയായിരുന്നു. അതായത് ഇവിടുത്തെ അടിസ്ഥാന ജനതയുടെ ഇന്ത്യയുടെ ചക്രവർത്തിയായിരുന്നു, ആദ്യത്തെ ചക്രവർത്തിയാണ്. അങ്ങനെ ഒരു പേര് വെച്ചാൽ ഇന്ത്യനാകും. അതുപോലെ തന്നെയാണ് ഹിന്ദു മതം എന്ന് പറയുന്നൊരു മതം. ഞങ്ങളൊക്കെ ഹിന്ദുക്കളാണ്, സമ്മതിച്ചു, ഹിന്ദുക്കളാണ് യഥാർത്ഥത്തിൽ. ഏതർത്ഥത്തിലുള്ളത് ഞാൻ പറയാം, പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. പക്ഷേ ഹിന്ദു എന്ന പേര് ഈ ബ്രാഹ്മണർ എഴുതി. അപ്പം നേരത്തെ പറഞ്ഞു വാൽമീകി എഴുതിയത്, അത് രത്നാകരൻ എന്ന് പറയുന്ന അഗ്നി പേര് ഞാൻ ഓർക്കുന്നു. അതായത് പിന്നീടുള്ള അയാൾ പിടിച്ചുപറിക്കാരനായി ശർമ്മൻ, പിന്നീട് അയാൾ രത്നാകരനായി, പിടിച്ചുപറിക്കാരനായി, രത്നാകരായി. അവർ കുറച്ച് ഋഷിമാർ കണ്ടപ്പോൾ അയാളെ ബ്രാഹ്മണനാക്കിയെന്നാണ് നമ്മളോട് പറഞ്ഞു വെക്കുന്ന കള്ളം. അപ്പോൾ നമ്മുടേതാണെന്ന് നമുക്ക് തോന്നും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോപ്പ് കമ്പനി പോലെ, പണ്ടിയുടെ കമ്പനി പോലെ ആ പേരിട്ടത് കൊണ്ട് നമ്മുടേതാകുമോ? നമ്മുടേതാകില്ല. വീണ്ടും ആ വലിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ 2000 വർഷക്കാലം ഉണ്ടാക്കി വെച്ചിട്ടുള്ള തട്ടിപ്പാണ് ഈ സാധനങ്ങളൊക്കെ. നമ്മൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നല്ല, ഇത് ശരിയോ തെറ്റോ ഇതിനകത്ത് നടന്ന പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള
തെറ്റുകളല്ല കൂട്ടിച്ചേർക്കലുകൾ ഇല്ലെങ്കിൽ വക്രീകരണം നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല. നമ്മൾ ഹിന്ദുക്കൾ ആയത് എങ്ങനെയാണെന്ന് കൂടി നമുക്കറിയത്തില്ല. അപ്പോൾ ഈ സാംസ്കാരികത, ഞങ്ങളുടെ ഒരു സമത്വത്തിൻ്റെ സാംസ്കാരികത, ഈ ശ്രേണീകൃതമായിട്ടുള്ള ഈ സാംസ്കാരികത, സമത്വത്തിൻ്റെ സാംസ്കാരികത കൊണ്ട് സമത്വത്തിൻ്റെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നതിനെ അസമത്വത്തിൻ്റെ ഒരു സാംസ്കാരികത കൊണ്ട് അവർ റീപ്ലേസ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കുട്ടിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ശ്രേണിയിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്പർ എത്തണ്ടേ? ഇവിടുത്തെ ശങ്കരപീഠങ്ങൾ, ബദ്രീനാഥ്, ശൃംഗേരി, കാശി, ഇവിടെയൊക്കെ തന്ത്രിമാർ നമ്മളാക്കണ്ടേ? ഇപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുള്ളൂ മുർമുവിനെ നമ്മളവിടെ പ്രസിഡന്റ് ആക്കി. അതുപോലെ നിങ്ങളൊരു ഗുരുവായൂരിലാക്കണ്ടേ? ഒരു ടേം നമുക്ക് തരണ്ടേ? നിങ്ങൾ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ തരണ്ടേ? തന്ത്രിയാക്കണ്ടേ? എന്തുകൊണ്ട് ആക്കുന്നില്ല? ഞങ്ങൾ ഹിന്ദുക്കളാണ്, നിങ്ങൾ ഹിന്ദുക്കളാണ്, നിങ്ങൾക്ക് മാത്രം ആ സ്ഥാനം അവിടെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ എന്തോ കുറവുണ്ട്. പരസ്പരം കല്യാണം കഴിക്കുന്നില്ല. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഈ നാട്ടിൽ എവിടെയാണ് ജാതി ഉള്ളത്? പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. ബ്രാഹ്മണൻ എവിടെയുള്ളതെന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കും. ജാതി എവിടെയുള്ളത്? ജാതി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഞാനിപ്പോൾ പറഞ്ഞ അധികാര സ്ഥാനങ്ങളിൽ, താക്കോൽ സ്ഥാനങ്ങളിൽ നമ്മുടെ ആളുകളില്ല എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ പ്രൂഫ്. അതാണ് ജാതി. വേറെ അടിസ്ഥാനപരമായിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ കല്യാണ മാർക്കറ്റ് അപ്പോൾ ഈ ജാതി ഇല്ല എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? ഞങ്ങൾ തമ്മിൽ തൊട്ടുകൂടായ്മയില്ല. എൻ്റെ വീട്ടിലേക്ക് നീ വരുന്നു, നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് സിനിമ കാണുന്നു. പക്ഷെ കല്യാണ സമയമാകുമ്പോൾ, നിങ്ങളൊരു ടീനേജ് ആകുമ്പോൾ നിങ്ങൾ ജാതി നോക്കില്ലേ? അവിടെ ജാതി ഉണ്ടല്ലോ. നിങ്ങൾ തന്ത്രിമാരുടെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ദേവസ്ഥാനത്തിൻ്റെ പേരെന്തായിരുന്നു? കുടൽമാണിക്കല്ലേ സർ? ആ രാജു എന്ന് പറഞ്ഞ ഒരാളെ പുറത്താക്കിയത്. അപ്പോൾ അയാളെ പിടിച്ച് പുറത്താക്കി. അതിന് സമരം ചെയ്തത് ബ്രാഹ്മണരാ. ഞങ്ങൾ ഹിന്ദു അല്ലേ? അത് അയാൾ OBC കാരനെന്ന് ആലോചിക്കണം, SC അല്ല. അപ്പോൾ ഈ തട്ടിപ്പ് എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല? കല്യാണ മാർക്കറ്റ് വരുമ്പോൾ അപ്പോൾ ജാതി എങ്ങനെ ഉണ്ടായി, ആരുണ്ടായി, അതും കൂടി പറഞ്ഞിട്ട് നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി കുറച്ച് വിദേശികൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളൊരു പൊളിറ്റിക്കൽ ഹിന്ദുവാണ്. അതായത് വോട്ട് ബാങ്കായിട്ട് ഇപ്പോൾ ഹിന്ദു മോഹൻ ഭാഗവത്ത് രാവിലെ അവിടെ എണീറ്റിട്ട് ദിവസവും പറയും, ഓ ഹിന്ദു 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 ഖത്രമേ, ഞങ്ങളെല്ലാം ഹിന്ദുക്കളാണ്, ഞങ്ങൾ തമ്മിൽ ജാതീയത എന്നല്ല. പക്ഷെ തന്ത്രി സ്ഥാനം എത്തുമ്പോൾ, കല്യാണ മാർക്കറ്റിലെത്തുമ്പോൾ, താക്കോൽ സ്ഥാനങ്ങളിൽ എടുക്കുമ്പോൾ, അത് അംബേദ്കർ പറഞ്ഞിരിക്കുന്ന സ്ട്രാറ്റജിക് പൊസിഷൻസ്, നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്ഥാനങ്ങൾ നിങ്ങൾ കൊടുക്കാൻ നോക്കുമ്പോൾ ഞങ്ങളെ ആൾക്കാരെ കാണാനില്ല, കൊടുക്കില്ല. അതാണ് പ്രൂഫ്. ജാതി ഉണ്ടോ? വേടനെതിരെ വന്നപ്പം കുറേ ശൂദ്രന്മാർ ഇവിടെ വന്നില്ലേ? ഒരുപാട് പ്രസംഗം നടത്തി. ഇവിടെ ജാതി ഉണ്ടോ ഇല്ലയോ? ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്, ജാതി ഉണ്ടോ ഇല്ലയോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ജാതി ഒന്നുമില്ലെങ്കിൽ കുറച്ച് പട്ടികജാതിക്കാർ, അത് അവിടെ ഇല്ല, കുറച്ച് പട്ടികജാതിക്കാരും കുറച്ച് OBC-ക്കാർ ഈ സിനിമാ മേഖലയിൽ 1, 2, 3, 4, 10, 15 കോടിയോ വാങ്ങിക്കുന്ന ഒരു നടൻ അവിടെ ഉണ്ടാവും. ഒരെണ്ണെങ്കിലും ഉണ്ടാവും. മൊത്തം ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ എത്ര ആൾക്കാരുണ്ട്? അതിസമ്പന്നന്മാരുടെ പട്ടികയിൽ ഒരാളെങ്കിലും ഉണ്ടാവും. ഒരു സാമ്പിൾ നമ്മൾ എടുക്കുമ്പോൾ ഇതില്ല. നമ്മുടെ ആളുകൾ 99.99% കിടക്കുന്നത് എവിടെയാ? ഓടകൾ വൃത്തിയാക്കുന്ന, ചെരുപ്പ് ഇതാക്കുന്ന, കുത്തുന്ന, മീനിയൽ ജോബ്സ് എടുക്കുന്ന ആൾക്കാരിൽ 99.9%. അവിടെ ശബരിമലയിലോ 99.99% ആൾക്കാർ സവർണരാണ്. ബ്രാഹ്മണരുണ്ട്. കേരളത്തിൻ്റെ കാലാവസ്ഥ എടുത്തു കഴിഞ്ഞാൽ നായന്മാരുണ്ട്. അപ്പോൾ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നപ്പോൾ പുറത്തുനിന്ന് 4ാമത്തെ കുടിയേറ്റമായിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു ഏകദേശ കണക്ക് പ്രകാരം ഒരു 60 ലക്ഷം 50 ലക്ഷം ആൾക്കാർ ഇവിടെ ഇന്ത്യയിലുണ്ടായിരുന്നു. അവർ വരുമ്പോൾ ഒരു 1 ലക്ഷമോ ഒരു 3% നമ്മൾ വെക്കുമ്പോൾ 1 ലക്ഷം 1.5 ലക്ഷം ഒരു 3 ലക്ഷം എടുക്കാൻ വേണ്ടി 3 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ആൾക്കാർ വന്നിരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവരെ എങ്ങനെയാണ് അവർ വന്നത്? എന്തിനാ? രാജ്യം കീഴടക്കാനാണ് വന്നത്. അവർക്ക് എന്താ വേണ്ടത്? സമ്പത്ത് എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് കാശിൻ്റെ കണക്കിലാണ്. ഭൂമി ഒരു സമ്പത്തിൻ്റെ ഏറ്റവും വലിയ സ്രോതസ്സാണ്. നമുക്കതില്ല.
ആദ്യം അവർ വന്ന് ചെയ്തത് ഭൂമി പിടിച്ചെടുക്കലായിരുന്നു. കഥകൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടാക്കിയതാണ് കേരളം, തട്ടിപ്പറിച്ചതല്ല. ഞങ്ങളുടെ തന്നെ ആളുകൾ തന്നതാണ്. വാമനൻ 3 അടി ചോദിച്ച് വന്നതാണ്. ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട്. അദാനിക്ക് വേണ്ടിയിട്ട് 81,000 ചതുരശ്ര ഫീറ്റ്, അതായത് ഏകദേശം ഒരു വർക്കലയുടെ ഒരു ടൗൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയോളം ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ എന്തോ സിമെൻറ്റ് ഫാക്ടറി എടുക്കാൻ വേണ്ടിയിട്ട് എത്ര ആൾക്കാർ ബുൾഡോസർ വെച്ചിട്ട് മുസ്ലിം, ഇപ്പോൾ ആസാമിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഹിന്ദു എന്ന് പറയുന്നുണ്ടല്ലോ നമ്മൾ, ഹിന്ദു 19 ലക്ഷം പേരെ NRC വെച്ചിട്ട് ഒഴിവാക്കിയതിൽ 12 ലക്ഷം ആൾക്കാരെ നമ്മുടെ ആൾക്കാരാണ്, നോൺ മുസ്ലിംകളാണ്. നിങ്ങൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ പിന്നെ ഏത് ഹിന്ദുവിൻ്റെ കാര്യമാണ് ഇവർ പറയുന്നത്? നമ്മുടെ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം ഇപ്പോൾ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു ഹിന്ദു എന്ന് പറഞ്ഞോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞോ? പോലീസുകാരൻ ഹിന്ദു അല്ലേ? ആ സിമ്പിളാണ്, നമുക്കിത് മനസ്സിലാക്കാൻ. വലിയ കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. വേടൻ എത്ര കേസിൽ പെടുന്നു, ആരാണ് ഇതിൻ്റെ പിന്നിൽ? ഞങ്ങളുടെ ഇടയ്ക്ക് തന്നെ എത്രയോ ചെറിയ കേസുകളുണ്ടാവും. ഏതെങ്കിലും ഒരു ഹിന്ദു വന്നിട്ട് നിങ്ങളെ ഞാൻ സഹായിക്കാം, കൊടുക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ കൊടുക്കുന്നുണ്ട്? മുട്ട കൊടുക്കുന്നുണ്ട്, കോഴി കൊടുക്കുന്നുണ്ട്, സിഗർ ലാമ്പ് കൊടുക്കുന്നുണ്ട്, വീട് 400 സ്ക്വയർ ഫീറ്റുള്ള വീട്. അത് വേണ്ട നമുക്ക്, അതല്ല വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനാധിപത്യത്തിൽ നമ്മൾക്കൊരു സീറ്റ് താ, ഞങ്ങൾ തീരുമാനിച്ചാൽ. അതിനാണ് സ്വയം ഭരണ അവകാശം എന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ച് ആളുകളെ കൂട്ടിച്ചേർത്ത് എനിക്ക് ഇന്ന ആളെ നിർത്തണം എന്ന് പറഞ്ഞ് വോട്ട് ജയിപ്പിച്ച് വിടുമ്പോൾ ഞങ്ങളാണ് അവിടെ അധികാരികളാവുന്നത്. നിങ്ങൾ ഞങ്ങളുടെ കൈപിടിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്കറിയാം. എന്താ അറിയാത്തത്? ഒരു പഞ്ചായത്ത് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഈ കാശ് എങ്ങനെ വിനിയോഗിക്കണം, എവിടെ വിനിയോഗിക്കണം എന്ന് അറിയാൻ എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് വേണോ? നിങ്ങൾ വീട് മാനേജ് ചെയ്യുന്ന അത്രയും കഴിയും നിങ്ങൾക്ക് പോലെ. നിങ്ങൾക്ക് അറിയേണ്ടത് ഭരണഘടന വേണം. അപ്പം ഞാനൊരു ദിവസം എൻ്റെ ഉറ്റ ഒരു ബന്ധുവോട് ചോദിച്ചു, നിങ്ങൾ അമ്പലത്തിൽ നിങ്ങൾക്ക് ഭരണഘടന പഠിപ്പിച്ചൂടെ? അതല്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞതാണ്. ഞങ്ങൾ കാശ് കൊടുക്കുന്നത് എവിടെയാണ്? ഞങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാശ് കൊടുക്കുന്നത് ഗവൺമെൻറ്റിലേക്കാണ്. അപ്പോൾ അവർ കൃത്യമായിട്ട് ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം ജോലികൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾക്ക് അറിയില്ലല്ലോ. അതറിയണമെങ്കിൽ നമ്മൾ ഭരണഘടന പഠിക്കണ്ടേ? അത് ഇവിടുത്തെ ഏതെങ്കിലും ഹിന്ദുക്കളോ ഹിന്ദു സംഘടനയോ രാഷ്ട്രീയ പാർട്ടികളോ അതേതോ ആയിക്കോട്ടെ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ? സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ടോ? എങ്കിലല്ലേ ഞങ്ങളെ പറ്റിക്കുന്നുണ്ടോ ഇല്ലയോ നമ്മൾക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ എത്ര കേസുകൾ ഇവിടെ വന്നു പോയിട്ടുണ്ട് ഭരണഘടന വിരുദ്ധമായിട്ടുള്ളത്. നമ്മൾക്കറിയില്ല. അതറിയണമെങ്കിൽ നമ്മൾ ഭരണഘടന എന്തെന്ന് പഠിക്കണം. അപ്പോൾ അത് ദീർഘമായി പോകുന്നുണ്ടെന്ന് തോന്നുന്നു, പെട്ടെന്ന് നിർത്താം. അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് ഈ 50-40 ലക്ഷം ആൾക്കാരെ കണ്ടപ്പോൾ ഇവരെ എങ്ങനെയാണ് അടിമപ്പെടുത്തുക, അത് ബ്രിട്ടീഷുകാരൊക്കെ വന്ന ചരിത്രം മാത്രമേ നമ്മൾ പഠിക്കുന്നത്. 1600-ലാണ്. 1600-ന് മുമ്പേയും ഇവിടെ ചരിത്രമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10,000 കൊല്ലം, അതുകൊണ്ട് 1600-ന് അത്രയും വർഷത്തെ ചരിത്രം ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. നമ്മൾക്ക് പഠിപ്പിക്കുന്നത് ആകെ 1600 മുതലുള്ള ചരിത്രം മാത്രമേ നമുക്ക് പഠിപ്പിക്കുന്നുള്ളൂ. ഇപ്പോൾ ജാതി എങ്ങനെ ഉണ്ടാക്കി, എന്തിനുണ്ടാക്കി. അപ്പോൾ ബ്രിട്ടീഷുകാർ എല്ലാ ആൾക്കാർ വരുമ്പോഴും പുറത്തുനിന്ന് രാജ്യത്തെ അധിനിവേശം ചെയ്യാൻ വരുമ്പോൾ അവർ മതം കൂടി അവർ കൊണ്ടുവരും. കാരണം ഈ 50-60 ലക്ഷം ആൾക്കാരെ ഒരു തോക്ക് വെച്ചിട്ടോ ഇല്ലെങ്കിൽ വലിയ ദണ്ട് വെച്ചിട്ടോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവരെ മാനസികമായും കൂടി അടിമപ്പെടുത്തണം, എന്നാലേ അവർ പറയുന്ന ചെൽപ്പടിക്ക് വരെ നിർത്തുള്ളൂ. അപ്പോൾ അവർ നമ്മളെ വിഘടിച്ചിട്ട് 1500 BC-ലാണ് അവർ വരുന്നത്. വിഘടിപ്പിച്ചിട്ട് പ്രത്യേകം വർണ്ണങ്ങളാക്കി അതൊക്കെ ദൈവത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളാക്കിയത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാലിപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ ആ കുട്ടി ചിതയിൽ എടുത്ത് ചാടുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളിപ്പോൾ ഇവിടെ കുറച്ചൊരു തീയുണ്ട്, നിങ്ങൾ എടുത്ത് ചാടുന്ന ഒരു രംഗം നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ
പറ്റുമോ? അതെങ്ങനെ പറ്റിയിരുന്നത്? അതിന് ദൈവികമായിട്ടൊരു പിന്തുണ കൂടി അവർ കൊടുത്തു എന്നുള്ളതാണ്. അതുപോലെ ജാതിക്ക് ജാതിയായി നിൽക്കുക. അപ്പോൾ എന്നോട് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ജാതി എല്ലാ രാജ്യത്തും ഇല്ലേ? നമ്മുടെ തന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ജാതി എല്ലാ സ്ഥലത്തും ഇല്ലേ? ജാതി എങ്ങനെ ഉണ്ടായത്? നമ്മൾ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ജാതി പേര് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു 200-200 രാജ്യങ്ങൾ ലോകത്തിലുണ്ട്. അവിടെ എല്ലാം ഇത് വേണ്ടേ? ഇവിടെ എല്ലാ സ്ഥലത്തും ചില ജോലികൾ ചെയ്യുന്ന ഒരാൾക്കാർ ചെറിയ പണ്ട് കാലത്ത് മുതൽ ഉണ്ടായി വന്നിട്ടുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? അപ്പൊ അവിടെ ഒന്നും ഇല്ലാത്തത് ഇവിടെ എങ്ങനെ വന്നു? അപ്പൊ ഇത് ബോധപൂർവമായി കൃത്യമായ അജണ്ടയോടുകൂടി ഗൂഢാലോചന പ്രകാരം ഉണ്ടാക്കിയ സിസ്റ്റമാണ്. എന്തിനാ? രാജ്യത്തെ പിടിച്ചെടുക്കാൻ. അതുകൊണ്ടാണ് ഇത്രയും കാലങ്ങളായിട്ട് ഈ അധികാരം എന്ന് പറയുന്നത് നമുക്ക് കിട്ടാതെ പോകുന്നത്, സമ്പത്ത് ഞങ്ങൾക്ക് കിട്ടാതെ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദലിത് എന്ന് പറയുന്ന ഒരു പദത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ജാതി സംഘടന കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വീണ്ടും ഞാൻ പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ ഈ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെ കൂടി ചേർന്ന് അതിനൊരു പ്രത്യയശാസ്ത്രം കൂടി വേണം. അതൊന്നും പറയാനിപ്പോൾ സമയമില്ല, ഞാനൊരു ഔട്ട്ലൈനാണ് പറയുന്നത്. ആ പ്രത്യയശാസ്ത്രം എല്ലാവരും ഉൾക്കൊള്ളുന്നതാവണം. ഇപ്പോൾ ചക്ലിയ എന്ന് പറയുന്നത് നമ്മൾ ആൾക്കാർ മാത്രമേ ഉൾക്കൊള്ളൂ. ചക്ലിയ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയേൻ്റെ അടുത്തോ ഇല്ലെങ്കിൽ കുലൻ്റെ അടുത്തോ പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മളവിടെ വരത്തില്ല. അതുകൂടാതെ നമ്മൾ പല വിധത്തിൽ ഇപ്പോൾ വർഗം, എട്ടുകാറ്, മുള്ളൂർ, പൂലൂർ, കെങ്കാറ്, പിന്നെ അങ്ങനെ ഒരു 8ഓളം വർഗീകരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് അവർ കൊടുത്തത്? ഇതൊക്കെ ചെയ്തിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ കലരാൻ പാടില്ല, നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പാടില്ല, ജോലി മാറ്റി ചെയ്യാൻ പാടില്ല. അവരവർക്കൊരു കുലദൈവം കൊടുത്തു. പോരെ? ഭക്തി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും ആലോചിച്ച് നോക്കണം. കുലദൈവം കൂടി കൊടുത്തപ്പോൾ തൃപ്തിയായി, കംപ്ലീറ്റ് ആയി, അവരുടെ ജോലി കംപ്ലീറ്റ് ആയി. ഇപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ 10 വർഷത്തിനുള്ളിലൊക്കെയാണ് എൻ്റെ അച്ഛനൊക്കെ അവിടെ പൂലൂർ എന്ന് പറയുന്ന തറവാട്ടിലൊരു അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കി വന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ആത്മീയത എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നമ്മൾക്കതൊരു ഭയങ്കര ഭക്തിയാണ്. അവർക്കത് ബിസിനസ്സാണത്. നമ്മളെ വിഭജിക്കാനുള്ള തന്ത്രമാണ്. പൊളിറ്റിക്കൽ ഹിന്ദുവാണ് നമ്മൾ ഹിന്ദുക്കളാണ്. പക്ഷെ ബ്രാഹ്മണ മതം നമ്മുടെ അല്ല. ബ്രാഹ്മണൻ എഴുതിയ പ്രത്യയശാസ്ത്രം നമ്മുടേതല്ല. നമ്മളിവിടെ സിന്ധു നദി തട സംസ്കാരം ഉണ്ടാക്കി വന്നിരുന്ന ആ പൈതൃകം പേർന്ന ആൾക്കാരാണ്. അവിടെ അവർ വന്നിട്ട് നമ്മളുടെ ആളുകൾ, അന്ന് നമ്മളെ ഇന്ത്യ അറിയപ്പെട്ടിരുന്നത് വിശ്വഗുരു എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മളിപ്പോഴെങ്ങനെയാണോ പുറത്തേക്ക് ഞങ്ങളുടെ കുട്ടികളെ വിട്ടിട്ട് പഠിക്കാൻ അയക്കുന്നത്, വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്, അന്ന് മറ്റുള്ള രാജ്യങ്ങൾ ഇവിടെ ഉള്ള കുട്ടികൾ ഇവിടെ വന്ന് പഠിച്ചിരുന്നൊരു കാലമാണ്. അത് ഞങ്ങളുടെ കാലമാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ കാലത്തിൽ നിന്ന് അതൊക്കെ ആ സംസ്കാരവും ഇവിടുത്തെ കംപ്ലീറ്റ്ലി നശിപ്പിച്ചിട്ട് നമ്മുടെ ഭൂമികളൊക്കെ കട്ടെടുത്തുകൊണ്ട് നമ്മൾ ഒന്നും ഇല്ലാണ്ടാക്കി 2-3 സെന്റ് കോളനിയിലകത്ത് അകപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ 2000 കൊല്ലത്തോളം ഈ ഒരു വലിയ ഗ്യാപ്പുണ്ട്. ഈ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ആ പൈതൃകം ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചില്ല. ചരിത്രങ്ങൾ എവിടെ? വേടൻ പറഞ്ഞ പോലെ അടിമകൾക്ക് ചരിത്രത്തിൻ്റെ ഇടം എവിടെ എന്ന് ചോദിച്ചതുപോലെ ആ ചരിത്രം ഇവിടെ മിസ്സിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ എഴുതുമ്പോൾ വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട് നമ്മൾ തമ്മിൽ. ചില ആളുകൾക്ക് ഈ പ്രശ്നം വരുന്നത്. നമ്മൾ രാവിലെ മുതൽ പിന്നെ വായിക്കുന്നത് വാട്സപ്പിൽ രാവിലെ ഗുഡ് മോർണിംഗ് മെസ്സേജ് വരുന്നതടക്കം സവർണർ എഴുതി വിടുന്നതാണ്. നമ്മൾക്കുണ്ടോ കണ്ടന്റ് റൈറ്റേഴ്സ് ഉണ്ടോ, എഴുത്തുകാരുണ്ടോ? സാംസ്കാരിക മണ്ഡലത്തിൽ നമ്മളുടെ പ്രധാനപ്പെട്ട ഉണ്ട്. നമ്മുടെ ഒരു പുസ്തകം പോലും ഇല്ലാന്ന് ആലോചിക്കണം. പുസ്തകമുണ്ട്, അംബേദ്കർ എഴുതിയ പുസ്തകമുണ്ട്. അംബേദ്കർ എഴുതിയ പുസ്തകം എത്ര പേര് ഇവിടെ വായിച്ചിട്ടുണ്ട്? ഒരു പുസ്തകം ഒന്ന് കൈ റൈസ് ചെയ്യാമോ? അംബേദ്കർ എഴുതിയ പുസ്തകം, ഏതെങ്കിലും ഒരു പുസ്തകം. ഓക്കെ. അപ്പോൾ അത് ഇംഗ്ലീഷിലൊരു 40 വോള്യങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു മനുഷ്യൻ ഒരു ജീവിതകാലത്തിൽ എഴുതിയുണ്ട് എത്രയോ പുസ്തകങ്ങൾ അതിൽ നിന്നുണ്ടാക്കാം. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ അതിനകത്ത് ഉണ്ടാക്കാം. അത് മുഖ്യധാരയിലില്ല. അത് നമുക്ക് മനസ്സിലാക്കാം. കുറേ
രാഷ്ട്രീയപരമായിട്ടുള്ള പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അതിനകത്തുള്ളത് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ സാംസ്കാരികപരമായിട്ടൊരു പുസ്തകം നമുക്കുണ്ടോ? നമ്മുടെ സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു പുസ്തകം, നമ്മളുടെ ആളുകൾ എഴുതിയ പുസ്തകം, തിരുക്കുറൾ എന്നൊക്കെ പറയുന്ന കുറേ പുസ്തകങ്ങൾ അവിടെ തമിഴ്നാട്ടിലുണ്ട്. നമ്മൾക്കതൊന്നും അറിയത്തില്ല. പിന്നെ ആകെയുള്ളൊരു പുസ്തകം ബുദ്ധായൻ ധമ്മ എന്ന് പറഞ്ഞു. അതിനകത്തും കുറേ ഉൾച്ചേർക്കൽ വന്നിട്ടുണ്ട്, പ്യൂർ അല്ല. അംബേദ്കർ വളരെ തിടുക്കത്തിൽ എഴുതിയത്, അത് വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അങ്ങനെ ഒരു പുസ്തകം നമുക്കില്ല. അപ്പം നമുക്ക് എങ്ങനെ നമ്മളുടെ പൈതൃകം നമുക്ക് മനസ്സിലാവും? നമ്മളുടെ കുറച്ച് വയസ്സുള്ള ഗംഗാരൻ ചേട്ടനെ പോലെയുള്ള എൻ്റെ അച്ഛനെ പോലെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഞങ്ങൾ വലിയ പുള്ളികളായിരുന്നു, ഞങ്ങളുടെ ഇവിടുത്തെ രാജാക്കന്മാരായിരുന്നു. അത് ഈ NR മധു ഇപ്പോൾ പറഞ്ഞല്ലോ, പുലിയേര് ഭയങ്കര കൊതറാണിയെ നിങ്ങൾക്കറിയാമോ? പിന്നെ പുലിയനാർ കോട്ട നിങ്ങൾക്കറിയാമോ? അറിയാം. അതെങ്ങനെ നശിപ്പിച്ചു സഹോദര? ആരും നശിപ്പിച്ചു? ആരാണ് എങ്ങനെയാണ് നശിച്ചത്? തിരിച്ച് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. ഈ പറയുന്ന ആളുകൾ തന്നെയാണ് നശിപ്പിച്ചത്. ആയിരുന്നു നമ്മളെ പ്രകമ്പനം ഒന്ന് ഉശിരാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ വളരെ വാചകമൊക്കെ അടിക്കും. ഇതാരാ സഹോദര നശിപ്പിച്ചത്? ഇതെങ്ങനെ ഇല്ലാണ്ടായി? നമ്മൾ രാജാക്കന്മാരായിരുന്നു, നമ്മളുടെ സത്യമാണത്. അഖണ്ഡ ഭാരതം എന്നൊക്കെ പറയുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇപ്പോൾ ഇരിക്കുന്ന ഇന്ത്യയും ബംഗ്ലാദേശും വലിയൊരു രാജ്യം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ജാംബവാൻ എന്നൊക്കെ പറഞ്ഞു, ജാംബവാന്റെ കാലം അതിനുണ്ടായിരുന്നു. അതാരാ നശിപ്പിച്ചത്? എങ്ങനെ നശിപ്പിച്ചത്? അപ്പോൾ അവരിവിടെ വന്നിട്ട് ജാതികളായി തിരിച്ച് അവർക്കെതിരെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ സിസ്റ്റമാണ് ഈ ജാതി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഞങ്ങൾക്ക് ജനാധിപത്യം കിട്ടണമെങ്കിൽ, ജനാധിപത്യം എന്ന് പറയുന്നത് ഞങ്ങൾ കാശ് കൊടുക്കുന്നു, ഞങ്ങൾ പറയുന്ന ഒരാളെ നിർത്തി ആ കാശിനെ എങ്ങനെ വിനിയോഗിക്കണം ഞങ്ങളുടെ ക്ഷേമത്തിനായിട്ട് എന്ന് ഞങ്ങളുടെ ഒരു പ്രതിനിധി ഇവിടുത്തെ മുഖ്യധാരയിൽ, അത് പത്രത്തിലായാലും ഇപ്പം ജുഡീഷ്യറിയിൽ പോകുമ്പോൾ നമ്മുടെ ആൾക്കാരില്ല ഉണ്ടായിരുന്നോ? നമ്മുടെ ഒരാളുണ്ടായിരുന്നു ഒരു കേസ് വാദിക്കാൻ, ഒരു ഹൈക്കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഇല്ല. നമ്മുടെ പ്രതിനിധി അവിടെ ഇല്ല. പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് ന്യായം കിട്ടും? അങ്ങനെ കിട്ടണമെങ്കിൽ ഞങ്ങളെ വിഭജിച്ചിരിക്കുന്ന ഈ പ്രത്യയശാസ്ത്രത്തിനകത്ത് നിന്ന് ഞങ്ങൾ പുറത്തോട്ട് വരണം, അല്ലാതെ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ അംഗീകരിക്കാം. അതിന് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ടെങ്കിൽ അതും ഉന്നയിക്കാൻ ഞങ്ങൾക്ക് ചർച്ച ചെയ്യാം, എത്ര വേണമെങ്കിലും ചർച്ച ചെയ്യാം, സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. അതിന്ന് മാത്രമല്ല, ഇനിയുള്ള നിങ്ങളെപ്പോൾ എവിടെ വിളിച്ചു കഴിഞ്ഞാലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നമുക്ക് നടത്താം. അപ്പോൾ ആ മതം നമ്മുടെ അല്ല, നമ്മൾ ഹിന്ദുക്കളാണ്, പക്ഷെ ബ്രാഹ്മണ ഹിന്ദുക്കളല്ല. ആ ഹിന്ദു മതം, ഇപ്പോൾ നമ്മൾ പറയുന്ന ഹിന്ദു മതം നമ്മുടേതല്ല. കാരണം നമുക്ക് സംസ്കൃതം അറിയാമോ? സംസ്കൃതത്തിൽ അതല്ലേ അത് എഴുതിയത്? നമ്മുടേതാണെങ്കിൽ ആ സംസ്കൃതം നമ്മൾക്കറിയണ്ടേ? അറിയാമോ? ഒരു വരി അറിയാമോ? ഞാൻ 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും സംസ്കൃതം അറിയാമോ? നമ്മുടെ പൈതൃകമായിട്ട് കിട്ടിയ സംസ്കാരം ഇല്ല, നമ്മുടേതല്ല അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് വന്ന് അപ്പം വീണ്ടും ചോദ്യങ്ങളുണ്ടാകും. അപ്പോൾ നമുക്ക് സംവരണം കിട്ടുമോ? നമ്മൾക്ക് വേണ്ടത് ബിസിനസ് എന്ന് ഞാൻ പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി, അത് ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട്, ന്യൂനപക്ഷങ്ങൾ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ആലയങ്ങൾക്ക് നിങ്ങൾക്ക് ഫണ്ട് കിട്ടും, നിങ്ങളുടെ സ്കൂൾ കിട്ടാൻ നിങ്ങൾക്ക് ഫണ്ട് കിട്ടും. നമ്മൾക്ക് ഒരു സ്കൂളില്ല, ഉണ്ട്, PRDSന് ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ PRDS എന്ന് പറയുന്നത് പട്ടികജാതിക്കാർ മാത്രമല്ല, എല്ലാവരും കൂടിയിരിക്കുന്ന ഒരു പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറഞ്ഞു. കുമാരഗുരുദേവൻ മുൻപോട്ട് വെച്ച ഒരു പ്രത്യേക മതമാണ്. ഒരു 7 ലക്ഷം 8 ലക്ഷം 10 ലക്ഷം പേർക്ക് അവിടെ ഉണ്ട്. പിന്നെ പുലയരുണ്ട്, പുലയർക്ക് എന്തോ ഒരു സ്കൂളൊക്കെ ഉണ്ട്. പക്ഷേ OBC-കാർക്കുണ്ട്. പക്ഷേ ഈ ആത്മാഭിമാനം നഷ്ടപ്പെട്ട, ഇപ്പം അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റല്ലോ നമുക്ക്. നമ്മൾ ഈ ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് ഇവരുടെ ആട്ടും തുപ്പും എല്ലാം സഹിച്ച്, താഴ്ന്ന ജാതിയാണെന്ന് പേരും സഹിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചത്ത പശുക്കളെയൊക്കെ ഞങ്ങൾ തിന്നിട്ടുണ്ട്, അതിന് തർക്കമൊന്നുമില്ല. കാരണമുണ്ട് അതിനകത്ത്. ഞങ്ങൾ അഹിംസാവാദികളായിരുന്നു, നമ്മൾ കൊല്ലില്ലായിരുന്നു. അതുകൊണ്ടാണ് ചത്ത പശുവിനെ കഴിക്കുന്നത്. ഞങ്ങൾ
ഒരു ജീവിയെ കൊല്ലുന്ന ആൾക്കാരാണ് നമ്മൾ. അസുരന്മാരായിരുന്നു. അസുരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുര എന്ന് പറഞ്ഞാൽ കള്ള് കുടിക്കാത്ത ആളുകളായിരുന്നു. നമ്മളെ കള്ള് കുടിപ്പിച്ച് കിടത്തിയിരിക്കുകയാണ് ഇവിടെ. വൈകുന്നേരം നമ്മൾ ഏതെങ്കിലും കോളനിയിൽ നമ്മൾ പോയാൽ നമുക്ക് മനസ്സിലാവും. അവർ സുരന്മാരും നമ്മൾ അസുരന്മാരുമായിരുന്നു. ദേവന്മാരെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ഒരു പൂവുണ്ടല്ലോ അവരുണ്ടാക്കുന്ന, ഈ കള്ളുണ്ടാക്കുന്നതിന് അതിനൊരു പേരുണ്ട്, സോമം. അത് നിങ്ങളുടെ ഹിന്ദു ടെക്സ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. അവരുടെ നോക്കിയാൽ മതി നിങ്ങൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എനിക്കിത്ര അത് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, അപ്പോൾ പറയാനുള്ള മെയിൻ പോയിന്റ് ഇതാണ്. ജനാധിപത്യം കിട്ടണമെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചു ചേരണമെങ്കിൽ ഞങ്ങൾക്കൊരു പ്രത്യയശാസ്ത്രം വേണം. അത് സമത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രമായിരിക്കണം. ഇപ്പോൾ നിലനിൽക്കുന്ന അസമത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്നും നമ്മൾ പുറത്ത് വന്ന് ഒരു സമത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ആയിരക്കണക്കിന് ആൾക്കാർ വരും. അതായത് നിങ്ങൾ നിവേദനം കൊടുക്കുന്ന ആളാണെങ്കിൽ നിവേദനം വാങ്ങുന്ന ആളായി നിങ്ങൾ മാറിത്തീരുന്നു എന്നുള്ളത് സംശയമില്ല. അതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഇത്രയും കാലം റിസർച്ച് ചെയ്ത് വന്ന കാര്യങ്ങൾ 500-ലധികം പേജുകളുള്ള ഒരു പുസ്തകമായിട്ട് ഞങ്ങൾ ഈ 1, 2, 3 മാസത്തിനുള്ളിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. അതിൻ്റെ ഒരു കോപ്പി ഈ സംഘടനയ്ക്ക് ഞാൻ സമർപ്പിക്കും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് പോകാം. കൂടുതൽ കാര്യങ്ങൾ, ചർച്ചകൾ, അത്തരത്തിൽ ഓരോ സംഘടനയുടെ മുന്നോട്ടുള്ള ഭാവി പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ ഇതും കൂടി ഞാൻ പറയാം. അതായത് ഇത്രയും പ്രശ്നങ്ങൾ നമ്മളെ ഒരുപാട് പൂർവികർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇത് വെറുതെ ഇങ്ങനെ തകർത്തെറിഞ്ഞത് അങ്ങനെ വെറുതെ ചുമ്മാ ചെയ്തതല്ല. ഇപ്പം മുസ്ലിങ്ങളെ ആസാമിലൊക്കെ ഈ ഇന്ത്യയിലൊട്ടാകെ 1,50,000-ഓളം വീടുകൾ ബുൾഡോസർ വെച്ച് നിരത്തി എന്നാണ് പറയുന്നത്. എത്ര ആൾക്കാർ വഴിയാധാരായിട്ടുണ്ടാവും. അതേപോലെ ഒരു കാലത്ത് നമ്മളെ ആക്കിയതാണ് ഇങ്ങനെ. അംബേദ്കർ പറയുന്നത് ലോകത്തിൽ ഇത്രയും വലിയ ജിനോസൈഡ് എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടക്കൊല നടന്നിട്ടില്ല വേറെ എവിടെയും. ഹിറ്റ്ലറെ കുറിച്ച് നമുക്കറിയാം. എത്രയായിരുന്നു സർ അവർ കൊന്നത്, ജൂതന്മാരെ കൊന്നത്? 60,000 80,000 അങ്ങനെ എന്താണ്, എനിക്ക് പെട്ടെന്ന് ഫിഗർ ഓർമ്മ കിട്ടുന്നില്ല. ലക്ഷങ്ങളാണെന്ന്. അതിനേക്കാളും മാരകമായിട്ടാണ് ഞങ്ങളെ പൂർവികരെ ഇവർ കൊന്നൊടുക്കി. എന്നിട്ടും ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഇപ്പോഴും ഇതുപോലെ ഉണ്ട്. കൊന്നൊടുക്കിയതാണ്. അത് അങ്ങനെ വെറുതെ കൊന്നൊടുക്കിയതല്ല. ഈ ബാക്കിൽ കൂടി കുന്തം കയറ്റി വായിൽ വരെ എത്തിച്ചിട്ട് ഒരു കുന്തത്തിൽ അവിടെ നിർത്തും. ചോര വാർന്ന് മരിക്കും. അമ്പലങ്ങളിൽ ഞങ്ങൾ കൊടിയേറ്റെന്ന് പറയുന്ന സാധനം ഞങ്ങളുടെ ആൾക്കാരെ, അതൊരു മനുഷ്യരൂപം നിങ്ങൾ കാണും, കഴുത്തിൽ കെട്ടിയിട്ട് തൂക്കുന്നതാണ് അമ്പലങ്ങളിൽ. ദേവദാസി സമ്പ്രദായം അമ്പലങ്ങളിലാണ് ഇതൊക്കെ. പിന്നെ കഴുവേറ്റി കല്ലുകൾ, പിന്നെ ഒരു ചിത്രവധക്കൂട് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിപ്പോഴും ഉണ്ട്, മ്യൂസിയത്തിലുണ്ട്. ഒരു മനുഷ്യൻ്റെ രൂപത്തിലുള്ള ഒരു കൂട്, ഇരുമ്പിൻ്റെ കൂട്, അതിനകത്തിട്ട് ലോക്കിട്ട് പൂട്ടും. വിശന്ന് വെള്ളം കിട്ടാതെ കാക്കകളും കഴുകന്മാരെയൊക്കെ കൊത്തി ചാവും. ഞങ്ങളുടെ ആൾക്കാർ ഭയങ്കര പേടിയുള്ള ആൾക്കാരല്ലേ. എങ്ങനെയാണ് വന്നത്? ആ ജനറ്റിക്കലി ആ മാറ്റം എത്രയോ കാലങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇന്ന് ഭരിക്കുന്നത്. ഇന്ന് അവരുടെ കൂടെയാണ് ഞങ്ങൾ. അവർക്ക് സപ്പോർട്ടും കൊടുത്താണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നമ്മൾക്ക് ഈ ചരിത്രം അറിയില്ല. അതിൻ്റെ പ്രശ്നമാണ്. ഹിന്ദു എന്ന് പറയുമ്പോൾ ഞങ്ങളെ കൂടി അവർ കണക്കിലെടുക്കുന്നു എന്ന് തെറ്റിദ്ധാരണയോടുകൂടിയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആത്മാഭിമാനം കുറച്ചുകൂടി, അതായത് രക്ഷപ്പെടണമെന്ന് ആലോചിച്ച് പോയ ആളുകളാണ് മുസ്ലിങ്ങൾ. റഹ്മാനോട് പറയണം, ഞങ്ങളുടെ സഹോദരന്മാരാണ് അവർ മുസ്ലിങ്ങൾ. രക്ഷപ്പെടാൻ വേണ്ടി ഓടിപ്പോയ ആൾക്കാരാണ് മുസ്ലിങ്ങൾ. അതായത് ഈ പട്ടികജാതിക്കാരെന്ന് പറയാൻ പറ്റത്തില്ല, അന്നുള്ള ശൂദ്രന്മാരെന്ന് പറയുന്ന ഞങ്ങൾ പിടിച്ചു നിന്നു. അതുകൊണ്ടാണ് ഇത്രയും താഴെ പോയത്. അവർക്ക് ഇന്ന് മന്ത്രി പദത്തിൽ പോലും ആൾക്കാരുണ്ട് കേരളത്തിൽ. ബാക്കിയുള്ള അവിടെ അങ്ങനെയല്ല, നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ 19 ലക്ഷത്തിൽ 12 ലക്ഷം ദലിതരും നോൺ ഹിന്ദുസ് എന്ന് പറയുന്ന ആൾക്കാർ, അതായത് നോൺ മുസ്ലിം എന്ന് പറയുന്ന ആൾക്കാരും 7 ലക്ഷം പേര് മുസ്ലിങ്ങളായി. NRC വന്നപ്പോൾ അവരെ ഇതിന്ന് പട്ടികയിൽ നിന്ന് പുറത്താക്കി, സിറ്റിസൺഷിപ്പിൽ നിന്ന്. ക്രിസ്ത്യാനികളും ഇതേപോലെ അവർ ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യാനികളിലും അഭയം തേടിപ്പോയ ആൾക്കാരുണ്ട് നമ്മുടെ ആളുകൾ.
ഈ ചരിത്രം എന്തുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല? കാരണം അതിൻ്റെ മേലധ്യക്ഷന്മാർ, ആ മതത്തിലെ ഏറ്റവും മുകളിലിരിക്കുന്ന സുറിയാനി ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ബ്രാഹ്മണൻ തന്നെയാണ്, പുറത്തു നിന്ന് വന്ന വിദേശിയാണ്. സയ്യിദ് ഖാൻ ഇപ്പോൾ മിനിയാന്ന് ഈ മുസ്ലിങ്ങളോട് ഭയങ്കര പകയാണല്ലോ ഇവർക്ക്. സൽമാൻ ഖാൻ അയാൾക്കൊരു അവാർഡ് കൊടുത്തില്ലേ, നാഷണൽ അവാർഡ്. പൃഥ്വിരാജിനെ മാറ്റിയിട്ട് അയാൾക്കൊരു അവാർഡ് കൊടുത്തു. ഷാറൂഖ് ഖാൻ മുസ്ലിം അല്ലേ, എന്തുകൊണ്ട് ഷാറൂഖ് ഖാൻ അവർക്ക് കൊടുക്കുന്നു അവാർഡ്? ഖാൻ എന്ന് പറയുന്നത് അവരുടെ ആൾക്കാരാണ്. അവർക്ക് വംശീയതയുണ്ട്, അവരുടെ വംശം അവർക്ക് കൃത്യമായിട്ട് അറിയാം. നമുക്കതറിയില്ല. നമ്മുടെ രക്തം തന്നെ നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഈ വാംസഫ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും മൂലമായിട്ടുള്ള ഐഡിയോളജി എന്ന് പറയുന്നത് ഇവിടുത്തെ തദ്ദേശി വേഴ്സസ് വിദേശികളായിട്ടുള്ള കുറച്ച് ആളുകളാണ് ഇപ്പോൾ കാര്യങ്ങൾക്ക് കഴിയുന്നത്. അവർക്കാണ് ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ചരിത്രം അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക എന്നല്ലാതെ വേറൊരു ഷോർട്ട് കട്ട് ഇവിടെ ഇല്ല. അപ്പോൾ വന്ന് ഞങ്ങളുടെ വോട്ട് പോലും തട്ടി കൊള്ളയടിക്കുന്ന സ്ഥിതിയിലായി നമ്മൾ. ഇനിയും നമ്മൾക്ക് ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ ഇനി നമ്മളൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല. അത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഒന്നുകൂടി ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ എന്നെ ഈ ഉദ്ഘാടനത്തിന് ക്ഷണിച്ച സംഘടനയുടെ ഈ പരിപാടിയുടെ സംഘാടകർക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇതോടെ കുറച്ച് നീണ്ടുപോയെന്ന് തോന്നുന്നു. എന്നിരുന്നു കഴിഞ്ഞാലും ഏകദേശം കാര്യങ്ങൾ എനിക്ക് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ചു എന്ന് തന്നെയാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഈ പരിപാടി അത് നമ്മൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഈ സംഘടനയുടെ എങ്ങനെ പോകണമെന്നുള്ളത് ഓരോ ഘട്ടമായി നമ്മൾ ഒരു കൊല്ലം ഒരു പ്രൊജക്റ്റ് വെക്കുക, രണ്ടാമത്തെ കൊല്ലം ഒരു പ്രൊജക്റ്റ് വെക്കുക. അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പഠനമാണെങ്കിലും സാമൂഹികപരമായിട്ടുള്ള ചരിത്ര ക്ലാസ്സുകളാണെങ്കിലും അത് നേരിട്ടും അല്ലെങ്കിൽ ഓൺലൈനായിട്ടും എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതുപോലെ ഞങ്ങളുടെ കുട്ടികളെ മറ്റുള്ള മേഖലകളിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി, അത് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഈ ആത്മീയത വിട്ട് ഞങ്ങൾ പുറത്തു വരണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് എവിടെ പോകണം എന്നുള്ളത് അതും കൂടി വേറൊരു അവസരം തരുവാണെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ പറഞ്ഞതൊന്നും നിങ്ങൾ അംഗീകരിക്കേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുക, ചോദ്യങ്ങൾ ഉന്നയിക്കുക. നേരിട്ടും വാട്സപ്പിലാണെങ്കിലും അല്ലാതെയും ചോദ്യങ്ങൾ നിരന്തരം ചർച്ച ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞാൽ കല്ലുകൾ ഉരുളം കല്ലാകുന്ന പോലെ നമ്മുടെ മനസ്സിനെ വൃത്തിയാക്കി കൊണ്ടുവരിക. അതിന് ചോദ്യങ്ങൾ അനിവാര്യമാണ്. പരസ്പരം ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻ നമുക്ക് അനിവാര്യമാണ്. അപ്പോൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ എല്ലാവരും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭീം.